നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പാചകവാതക വില നിരന്തരം വർദ്ധിപ്പിക്കുന്നതിന്റെ ആഘാതം പ്രവാസികൾ കൂടിയാണ് അനുഭവിക്കുന്നത്. ഗൾഫിൽ ജോലി ചെയ്ത് നാട്ടിലേക്ക് അയക്കുന്ന തുക കുടുംബത്തിന് മതിയാകാതെ വരികയാണ്. പൊതുവെ വിലവർധന കൊണ്ട് പൊറുതിമുട്ടുമ്പോഴാണ് ഇപ്പോൾ പാചകവാതക വിലയും കുത്തനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന് 50 രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടറിന് 351 രൂപയുമാണ് വർദ്ധിപ്പിച്ചിട്ടുള്ളത്. ഇതോടെ 1060 ആയിരുന്ന ഗാർഹിക സിലിണ്ടറിന്റെ വില കൊച്ചിയിൽ 1110 രൂപയായി. നേരത്തെ 1773 ആയിരുന്ന വാണിജ്യ സിലിണ്ടറിന്റെ വില ഇപ്പോൾ 2124 രൂപയായി വർദ്ധിച്ചു. സമീപകാലത്ത് പാചകവാതക വിലയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ വർധനവാണ് ഇത്. കഴിഞ്ഞ ജനുവരി 1-നാണ് LPG സിലിണ്ടർ വില കൂട്ടിയത്. 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറുകളുടെ വിലയിൽ അന്ന് 25 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ മാറ്റം വരുത്തിയിരുന്നില്ല. കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ഗാർഹിക സിലിണ്ടറിന് ഇതിനു മുൻപ് വില കൂട്ടിയത്. മെയ് മാസത്തിൽ 2 തവണയായി 54 രൂപയോളം കൂട്ടിയിരുന്നു. ഈ വർഷം ഇത് 2ാം തവണയാണ് വാണിജ്യ സിലിണ്ടറിന്റെ വില വർദ്ധിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില താഴുകയും റഷ്യയിൽ നിന്ന് എണ്ണ കമ്പനികൾ കുറഞ്ഞ വിലയ്ക്ക് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന നിലവിലെ സാഹചര്യത്തിലാണ് കാരണമൊന്നുമില്ലാതെ തന്നെ വില കൂട്ടുന്നത്. ഇത് എണ്ണ കമ്പനികളുടെ ലാഭക്കൊതിയല്ലാതെ മറ്റൊന്നുമല്ല. അടുപ്പ് പുകയാത്ത നിലയിലേക്ക് രാജ്യത്തെ എത്തിക്കുന്ന ഈ നടപടി അത്യന്തം പ്രതിഷേധാർഹമാണ്. ഈ വിലക്കയറ്റം കുടുംബ ബജറ്റിനെ തന്നെ ബാധിക്കും. പ്രത്യേകിച്ച് പ്രവാസികളുടെ കുടുംബ ബജറ്റ് ഇതോടെ താളം തെറ്റും. കിട്ടുന്ന പണം സ്വരുക്കൂട്ടി വെച്ച് നാട്ടിലയക്കുമ്പോഴാണ് നാട്ടിലെ വിലക്കയറ്റം പ്രവാസികൾക്ക് കഷ്ടപ്പാടാകുന്നത്. സ്വന്തം കുടുംബത്തെ നോക്കാൻ രാപ്പകൽ കിടന്ന് അധ്വാനിച്ചിട്ടും ഫലമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. വാണിജ്യ സിലിണ്ടറിന് 351 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ പുതിയ വില 2124 രൂപയാകും. വാണിജ്യ സിലിണ്ടറിന്റെ വിലവർധന ചെറുകിട വ്യാപാരികളെയാണ് ഏറ്റവും ദോഷകരമായി ബാധിക്കുക. ഹോട്ടലുകൾ, ബേക്കറികൾ, തട്ടുകടകൾ, കുടുംബശ്രീ ഹോട്ടലുകൾ എന്നിവയെ ഇത് കാര്യമായി ബാധിക്കും. പ്രവാസികളുടെ ബന്ധുക്കൾ പലരും ഇത്തരം വ്യാപാരങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണ സാധനങ്ങളുടെ വിലക്കയറ്റത്തിലേക്കാണ് ഇത് നയിക്കുക. ഭക്ഷണത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരുടെ ജീവിത ചെലവ് വൻതോതിൽ ഉയരുന്നതിനും ഇത് ഇടയാകും. പെട്രോളിന് വില വർദ്ധിപ്പിച്ച് നേടിയ തുക കോർപ്പറേറ്റുകൾക്ക് നികുതി ഇളവിനും കടം എഴുതിത്തള്ളുന്നതിനും ഉപയോഗിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ. ഇതിന്റെ തുടർച്ചയായി പണമില്ലെന്ന് പറഞ്ഞ് എല്ലാ സബ്സിഡികളും ഇല്ലാതാക്കുന്നതിനും തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ തകർക്കുകയും ചെയ്യുന്ന നടപടിയിലൂടെ ജനങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ എന്നാണ് പരാതി. ഇതിനു പുറമെയാണ് പാചകവാതകത്തിന്റെ വിലയും വർദ്ധിപ്പിച്ചിട്ടുള്ളത്. നാട്ടിൽ വില കൂടിയാൽ പ്രവാസിയുടെ പോക്കറ്റാണ് കാലിയാകുന്നത്. കൂടാതെ UAEയിൽ റിയൽ എസ്റ്റേറ്റ് വിപണി വീണ്ടും സജീവമാകുന്നതും പ്രവാസിയുടെ നെഞ്ചിടിപ്പേറ്റുകയാണ്. റിയൽ എസ്റ്റേറ്റ് വിപണി സജീവമാകുമ്പോൾ ദുബായിലെ പ്രധാന നഗരങ്ങളിലെ എല്ലാം വീട്ടുവാടകയിൽ വലിയ രീതിയിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാകും എന്ന് ഉറപ്പാണ്. ദുബായിൽ വീട് വാടകയിൽ 15 മുതൽ 20% വരെ വർധനയുണ്ടായേക്കും എന്നാണ് കണക്കുകൂട്ടൽ. ഇങ്ങനെ വന്നാൽ പ്രവാസികളുടെ കുടുംബ ബജറ്റ് വീണ്ടും താളം തെറ്റും എന്ന് ഉറപ്പാണ്. ദുബായ് നഗരത്തിന് സമീപം തന്നെ വാടകയ്ക്ക് താമസിക്കുന്നവരിൽ ഏറിയ പങ്കും മലയാളി പ്രവാസികളാണ്. ഓഫീസ്, സ്കൂൾ, മോൾ തുടങ്ങിയ സൗകര്യങ്ങൾ മുൻനിർത്തിയാണ് നഗരഹൃദയത്തിൽ തന്നെ പലരും താമസമുറപ്പിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.